പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതമേറിയ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കൊരുമിച്ച് അണയുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പരമപ്രധാനമായ ഒരു വിഷയമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശവും അപ്പോസ്തലിക ഉപദേശവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. സാധാരണഗതിയിൽ പുതിയ നിയമസഭയിൽ ഞാൻ കണ്ടിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യത കൽപ്പിക്കുന്നത് അപ്പോസ്തലിക ഉപദേശത്തിനാണ്. അത് എങ്ങനെയാണ് ദൈവസഭയ്ക്കകത്ത് കടന്നുകൂടിയത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുന്നു. അവർ ദൈവസഭയുടെ അംഗങ്ങളായി മാറുന്നു. അങ്ങനെ ആ പ്രസംഗത്തിൻ്റെ ഉടനീളമുള്ള പ്രസക്തമായ ചില ഭാഗങ്ങളാണ് ദൈവസഭയുടെ അടിസ്ഥാനപരമായ 7 ഉപദേശങ്ങളായിട്ട് കണക്കാക്കുന്നത്. ആ പ്രസംഗത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന പദം നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം അപ്പോസ്തല പ്രവർത്തികൾ മുതൽ പിന്നീടുള്ള കാലഘട്ടം ഏറ്റവും കൂടുതൽ ദൈവസഭ ഊന്നൽ കൊടുത്ത് നിൽക്കുന്നത് അപ്പോസ്തലിക ഉപദേശത്തിനാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് പ്രസക്തി കുറഞ്ഞുവോ എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു പഠനത്തിൽ ഉപദേശത്തിന് പ്രസക്തി ഇല്ലാതായി എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് പല ദുരുപദേശങ്ങളും ദൈവസഭയ്ക്കകത്ത് കടന്നു കയറിയത്. അങ്ങനെ കടന്നു കയറിയ ദുരുപദേശങ്ങൾ അതിനെ പിന്നീട് മറയ്ക്കുവാൻ പല ഉപദേശങ്ങൾ തിരികെ കയറ്റേണ്ടി വന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തു ഉപദേശം പഠിച്ചേ, അപ്പോസ്തലിക ഉപദേശം വേണ്ട എന്നല്ല എൻ്റെ നിഗമനം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. എന്നാൽ നിങ്ങൾ ക്രിസ്തു ഉപദേശം പഠിച്ചേ. യോഹന്നാൻ തൻ്റെ തൂലികയിൽ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത എന്നാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശം എന്താണ്? അതാണ് നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് പഠിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് പുതിയ നിയമസഭയ്ക്ക് വളരെ കഠിനമായ ചില ഉപദേശങ്ങളാണ്. നിങ്ങൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ 6-7 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾ, ക്രിസ്തുവിൻ്റെ ആ ശൈലികൾ, ക്രിസ്തു അവലംബിച്ച രീതികൾ, ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പഠനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ അല്പം കഠിനമായ ചിന്തകളാണ്. ഇനി ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ ക്രിസ്തു പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപദേശത്തിൻ്റെ അകത്ത് വന്ന തെറ്റ് സ്നാനത്തെക്കുറിച്ചുള്ള തെറ്റാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനാണ് പ്രാധാന്യതയെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന് വളരെ പ്രാധാന്യത കൽപ്പിക്കേണ്ടതാണ്. ക്രിസ്തു ഉപദേശത്തിനാണ് പ്രാധാന്യതയെങ്കിൽ ക്രിസ്തു കൽപ്പിച്ച തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യതയുണ്ട്. ക്രിസ്തു പഠിപ്പിച്ച ഉപദേശമാണ് നമ്മൾ അവലംബിക്കേണ്ടതെങ്കിൽ ക്രിസ്തു നടത്തിയ ആ പാദ ശുശ്രൂഷ നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷകളിൽ നടത്തേണ്ടതാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ക്രിസ്തു പഠിപ്പിച്ച വിഷയത്തിൽ നമുക്ക് അവലംബിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എങ്ങനെയോ കാലക്രമേണത്തിൽ, കാലത്തിൻ്റെ കടന്നുപോക്കിൽ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളോടും
അപ്പോസ്തലന്മാരുടെ രീതികളോടും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളോടും കൂടെ ദൈവസഭ ഇഴുകിച്ചേർന്നു എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തു വെളിപ്പാട് പ്രാപിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾക്ക് വളരെ പ്രാധാന്യത കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനാണ് പ്രാധാന്യത നൽകേണ്ടത് എങ്കിൽ എന്തുകൊണ്ട് അപ്പോസ്തലിക ഉപദേശത്തെ ദൈവസഭ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇതെല്ലാം എൻ്റെ പഠനവും എൻ്റെ ചോദ്യങ്ങളുമാണ്. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിനെ ഒന്നും കൂടെ വിചിന്തനം ചെയ്യാം, അല്ല എങ്കിൽ നമുക്കതിനെ മാറ്റിക്കളയാം. പക്ഷേ ക്രിസ്തുവാണ് സഭയുടെ തല, ക്രിസ്തുവാണ് സഭയുടെ നായകൻ, ക്രിസ്തുവാണ് ദൈവസഭയുടെ അടിസ്ഥാന കല്ല്, ക്രിസ്തുവാണ് ദൈവസഭയുടെ മൂലക്കല്ല് എങ്കിൽ ദൈവസഭ അനുഷ്ഠിക്കേണ്ടതും ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. അതുകൊണ്ട് തന്നെയല്ലേ ന്യായപ്രമാണം സ്വന്തം കരാങ്കുലികളാൽ എഴുതിയ കർത്താവ് പറഞ്ഞത്, എൻ്റെ ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താൻ പാടില്ല. അങ്ങനെ വരുത്തുകയാണെങ്കിൽ അത് ദൈവസഭയ്ക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ അപ്പോസ്തലിക ഉപദേശങ്ങളെക്കാൾ അധികമായി നാം അനുവർത്തിക്കേണ്ട ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രിസ്തു ഭക്തരായി ജീവിക്കുകയാണ് നമുക്കാവശ്യം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എൻ്റെ ചിന്ത കേൾക്കുന്ന നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരുവനും ദൈവമില്ല, അവന് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധവുമില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവസഭ അതിനുവേണ്ടി തയ്യാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.